നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ലോക റാപ്പിഡ് ചാമ്പ്യൻഷിപ്പിനിടയിലുണ്ടായ ഡ്രസ് കോഡിന്റെ പ്രശ്നം കാരണം ഇനി ബ്ലിറ്റ്സിലും കളിക്കില്ല എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോയെങ്കിലും കാൾസൺ ബ്ലിറ്റ്സിലേക്ക് തിരിച്ചു വന്ന് വീണ്ടും ചരിത്രം സൃഷ്ടിച്ചിരിക്കുകയാണ്. ക്വാർട്ടർ ഫൈനലിൽ ഹാൻസ് നീമാനെയും സെമി ഫൈനലിൽ ഡൂഡയും തോൽപ്പിച്ച് കാൾസൺ ഫൈനലിലേക്ക് എത്തിയപ്പോൾ റാപ്പിഡ് ചാമ്പ്യൻ മുർസിനെയും വെസ്ലി സോയെയും തോൽപ്പിച്ചാണ് നെപ്പോ ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി ഫൈനലിൽ നടന്ന വളരെ രസകരമായിട്ടുള്ള ഗെയിം നോക്കാം. ഈ ഗെയിമിൽ കാൾസൺ വൈറ്റ് സൈഡും നെപ്പോ ബ്ലാക്ക് സൈഡുമാണ് കളിക്കുന്നത്. വൈറ്റ് E4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് E6 മൂവ് ചെയ്യുന്നു. ഫ്രഞ്ച് ഡിഫൻസ് ആണ്. വൈറ്റ് D4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് D5 മൂവ് ചെയ്തുകൊണ്ട് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. വൈറ്റിന് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് എക്സ്ചേഞ്ച് വേരിയേഷനിലേക്കോ അല്ലെങ്കിൽ E5 മൂവ് ചെയ്തുകൊണ്ട് അഡ്വാൻസ് വേരിയേഷനിലേക്കോ മാറാം. എന്നാൽ വൈറ്റ് ഇപ്പോൾ ഇത് രണ്ടും ചെയ്യുന്നില്ല. പകരം നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ F6ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. വൈറ്റ് E5 മൂവ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ D7ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ E2ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് C5 മൂവ് ചെയ്തുകൊണ്ട് വീണ്ടും ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യുന്നു. എന്നാൽ വൈറ്റ് അതോ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. പകരം C3 മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് അടുത്ത നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റിന് എപ്പോൾ വേണമെങ്കിൽ ഡെവലപ്പ് ആവാത്ത പീസുകളെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാം. എന്നാൽ അതിനു മുമ്പായിട്ട് ആദ്യം A3 മൂവ് ചെയ്തുകൊണ്ട് B4 സ്കോറിലേക്ക് ഒരു കൺട്രോളർ കൊണ്ടുവരുന്നു. ബ്ലാക്ക് A5 മൂവ് ചെയ്യുന്നു. അതിനുശേഷം നൈറ്റിനെ F3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് A4 മൂവ് ചെയ്യുന്നു. ഇതോടെ പ്രധാനപ്പെട്ട B3 സ്കോറിലേക്ക് ബ്ലാക്കിന് ഒരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ഇനി ആ സ്കോറിലേക്ക് നൈറ്റിനെ കൂടെ കൊണ്ടുവരാനാണ് ബ്ലാക്കിലൂടെ പ്ലാൻ ചെയ്യുന്നത്. എന്നാൽ വൈറ്റ് ബ്ലാക്കിൻ്റെ കിങ്സിലേക്ക് ടാർഗറ്റ് ചെയ്യാണ്. അതിനായിട്ട് ആദ്യം H4 മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റിനെ B3 സ്കോറിലേക്ക് കൊണ്ടുവരുന്നതിനായിട്ട് ആദ്യം തന്നെ A5ലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ റൂക്ക് വെച്ച് ആ പോണിലുള്ള സപ്പോർട്ട് നഷ്ടപ്പെടും. അതുകൊണ്ട് ആദ്യം ആ പോണിനൊരു സപ്പോർട്ട് എടുക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ B6ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ F4ലേക്ക് മൂവ് ചെയ്ത ശേഷം അടുത്ത നൈറ്റിനെ A5ലേക്ക് കൊണ്ടുവരുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റിനെ B3ലേക്ക് കൊണ്ടുവരികയാണ് ബ്ലാക്കിൻ്റെ ഉദ്ദേശം. ഇപ്പോൾ ഈ പോണിനോട് നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട് ബിഷപ്പ് വെച്ച് ഇങ്ങനൊരു ചെക്ക് കൂടെ കൊടുത്താലും ബ്ലാക്കിന് ഈ ബിഷപ്പ് വെച്ച് തന്നെ ബ്ലോക്ക് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ അങ്ങനത്തെ ചെക്ക് കൊടുക്കുന്നില്ല. പകരം അഡ്വാൻസ് ആയിട്ട് ഈ റൂക്കിനെ ഇവിടെ നിന്ന് മാറ്റുകയാണ്. റൂക്കിനെ B1ലേക്ക് മൂവ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ D7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. വൈറ്റും ബിഷപ്പിനെ D3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് കാസ്റ്റിംഗുള്ള സൗകര്യം ഉണ്ടാക്കുന്നു. ബ്ലാക്ക് H6 മൂവ് ചെയ്ത ശേഷം കിങ്സിലേക്ക് കാസ്റ്റിംഗ് ചെയ്യുന്നു. ബ്ലാക്കും ഇവിടെ ഇപ്പോൾ ഈ ബിഷപ്പിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട് കിങ്സിലേക്ക് കാസ്റ്റിംഗിന് ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്കിന് സാധ്യതയുണ്ട്. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ കിങ്സിലേക്കല്ല പകരം ക്വീൻസിലേക്ക് കാസ്റ്റിംഗിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം ക്വീനിനെ C7ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റ് റൂക്കിനെ സെൻറ്ററിലേക്ക് കൊണ്ടുവരാണ്. റൂക്കിനെ E1ലേക്ക് കൊണ്ടുവരുന്നു. ഇപ്പോൾ വേണമെങ്കിൽ ബ്ലാക്കിനെ ക്വീൻസിലേക്ക് കാസ്റ്റിംഗ് ചെയ്യാം. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ അത് ചെയ്യുന്നില്ല. ആദ്യം നൈറ്റിനെ C4ലേക്ക് കൊണ്ടുവരുന്നു. വൈറ്റ് നൈറ്റിനെ H5ലേക്ക് കൊണ്ടുവരുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ B5ലേക്ക് മൂവ് ചെയ്ത ശേഷം ഈ G7ലേക്കുള്ള അറ്റാക്ക് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വൈറ്റ് എക്സ്ചേഞ്ചിലേക്ക് പോവാണ്. പോൺ വെച്ച് പോൺ എടുക്കുന്നു. G7ലെ പോണിന് അറ്റാക്കിലായതുകൊണ്ട് ഇപ്പോൾ ബിഷപ്പ് വെച്ച് തിരിച്ചു വിട്ടാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ക്വീന് വെച്ച് തിരിച്ചു വിട്ടുന്നു. വൈറ്റ് ഇപ്പോൾ ഈ G7ലെ പോണിനെതിരെയുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നതിനായിട്ട് ക്വീനെ കൂടെ അങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് നൈറ്റിനെ D4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ ബിഷപ്പിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബിഷപ്പിനെതിരെ അറ്റാക്കുമാണ് ഈ ക്വീൻ്റെ ഡയഗണൽ ഓപ്പൺ ആയിട്ടുമുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ ഈ നൈറ്റിനെ ഇവിടെ നിന്ന് ഒഴിവാക്കുന്നതിനായിട്ട് ആദ്യം G6 മൂവ് ചെയ്യുകയാണെങ്കിൽ വൈറ്റിനെ നൈറ്റിനെ F6ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് ആ കിങ്ങിനെ ഇവിടെ നിന്ന് മൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ഈ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ടുള്ള അറ്റാക്കിനോ ചാൻസ് കിട്ടാം. അതുകൊണ്ട് ബ്ലാക്ക് ഇപ്പോൾ G6 മൂവ് ചെയ്യുന്നില്ല. പകരം ഈ ബിഷപ്പിനെ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. ബിഷപ്പിനെ D7ലേക്ക് തന്നെ തിരിച്ചുകൊണ്ട് പോകുന്നു. ഈ സമയത്ത് വൈറ്റ് ഈ G7ലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുകയാണ്. അതിനായിട്ട് ക്വീനിനെ G4ലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ ബ്ലാക്ക് ഇപ്പോൾ ആ പോണിനെ സംരക്ഷിക്കാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം കിങ്ങിനെ സേഫ് ആക്കുകയാണ്. ക്വീൻ സൈഡിലേക്ക് കാസ്റ്റിംഗ് ചെയ്തുകൊണ്ട് കിങ്ങിനെ സേഫ് ആക്കുന്നു. വൈറ്റിന് ഇപ്പോൾ വേണമെങ്കിൽ നൈറ്റ് വെച്ച് ഈ G7ലെ പോണിനെ എടുക്കാം. എന്നാൽ അങ്ങനെ ഇട്ടെടുക്കുമ്പോൾ ബ്ലാക്കിന് റൂക്കിനെ G8ലേക്ക് കൊണ്ടുവന്ന് ആ നൈറ്റിനെതിരെ 2 പീസുകൾ വെച്ച് അറ്റാക്ക് കൊടുക്കാൻ കഴിയും. ഈ സമയത്ത് ബിഷപ്പ് വെച്ച് H6ലെ പോണിനെ കൂടെ വെട്ടിയെടുക്കാമെങ്കിലും വൈറ്റിൻ്റെ കിങ്ങുള്ള ഈ G5 റൂക്കുകൾക്കായിട്ട് ഓപ്പൺ ആകുന്നത് വളരെ അപകടമാണ് എന്നുള്ളതുണ്ടാവും. കാൾസൺ ഇപ്പോൾ അങ്ങനെ ഒരു പോണിനെ നേടിയെടുക്കാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ F4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് അടുത്ത പോണിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് ക്വീനെ E7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിന് സപ്പോർട്ട് എടുക്കുന്നു. വൈറ്റ് B3 മൂവ് ചെയ്തുകൊണ്ട് ബ്ലാക്കിൻ്റെ നൈറ്റിനെയും പോണിനെയും ഒരുമിച്ച് അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് ആ എക്സ്ചേഞ്ച് ഓഫർ അക്സെപ്റ്റ് ചെയ്യാണ്. പോൺ വെച്ച് പോൺ ഇട്ടുന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു വിട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് നൈറ്റ് ഉണ്ടെന്നു. വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇതോടെ വൈറ്റിൻ്റെ റൂക്കിന് B7 സ്കോറിലേക്ക് ഒരു കൺട്രോൾ ഇട്ടിട്ടുണ്ട്. ബ്ലാക്ക് വേഗം തന്നെ ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുകയാണ്. ബിഷപ്പിനെ C6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പ് വെച്ചും
ക്വീൻ ഉപയോഗിച്ചും പോണിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് അടുത്ത റൂക്കിനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് ബിഷപ്പിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ ആക്റ്റീവ് ആക്കുന്നതോടൊപ്പം റൂക്കിനെയും ഫ്രീ ആക്കുന്നു. ഇപ്പോൾ ഈ B7ലെ പോണിന് 2 പീസുകളുടെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ ബ്ലാക്ക് ഈ അറ്റാക്ക് ബ്ലോക്ക് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല. പകരം വൈറ്റിന്റെ കിങ്സിലേക്ക് ഒരു കൗണ്ടർ അറ്റാക്കിന് ശ്രമിക്കുകയാണ്. അതിനായിട്ട് ആദ്യം G5 മൂവ് ചെയ്തുകൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് ഇപ്പോൾ പോൺ വെച്ച് പോണിട്ടാണെങ്കിൽ പോൺ വെച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് വീണ്ടും ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നതോടൊപ്പം ഈ റൂക്കിന്റെ ഫയലും ഓപ്പൺ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് വൈറ്റ് ഇപ്പോൾ ഒരു എക്സ്ചേഞ്ചിലേക്ക് പോകുന്നില്ല, പകരം ക്വീൻ അറ്റാക്കിൽ നിന്ന് മാറ്റാണ്. E5ലെ പോണിനുള്ള സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനെ D4ലേക്ക് മൂവ് ചെയ്യുന്നു. ഇതോടെ ബ്ലാക്കിന് ആ പോണിനെ നേടിയെടുക്കാൻ അവസരം കിട്ടുകയാണ്. പോൺ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ആ പോണിന് ക്വീനിന്റെ സപ്പോർട്ടുണ്ട്. അതുകൊണ്ട് വൈറ്റ് നൈറ്റിനെ F6ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ക്വീനിന്റെ ഡയഗണൽ ക്ലോസ് ചെയ്യുന്നു. ബ്ലാക്ക് ബിഷപ്പിനെ G7ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ നൈറ്റിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊടുക്കുന്നു. എന്നാൽ കാൾസൺ ഇപ്പോൾ ആ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പകരം നേരത്തെ പ്ലാൻ ചെയ്ത അറ്റാക്ക് വരെ തന്നെ മുന്നോട്ട് പോയാണ് റൂക്കിനെ B1ലേക്ക് കൊണ്ടുവന്ന് B5ലേക്കുള്ള അറ്റാക്ക് സ്ട്രോങ് ആക്കുന്നു. ഈ സമയത്ത് ബ്ലാക്ക് ഒരു എക്സ്ചേഞ്ചിലേക്ക് പോയാണ്. ബിഷപ്പ് വെച്ച് നൈറ്റിനിട്ടുന്നു. വൈറ്റ് പോൺ വെച്ച് തിരിച്ചുവിട്ടിക്കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇപ്പോൾ ബ്ലാക്കിന്റെ ക്വീൻ അറ്റാക്കിലാണെങ്കിലും ഈ B7ലെ പോണുള്ള സപ്പോർട്ട് ഒഴിവാക്കിക്കൊണ്ട് ആ ക്വീനെ അങ്ങോട്ടേക്കും പോകാൻ പറ്റില്ല. അതുകൊണ്ട് ബ്ലാക്ക് ആ സപ്പോർട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെ ക്വീനെ C7ലേക്ക് മൂവ് ചെയ്യുന്നു. ഇവിടെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ B7ലെ പോണിനെതിരെ വൈറ്റിന് 2 റൂക്കുകൾ ഉപയോഗിച്ച് അറ്റാക്ക് ഉണ്ട്. ആ പോണിന് 2 പീസുകളുടെയും കിങ്ങിന്റെ സപ്പോർട്ടാണ് ഉള്ളത്. കാൾസൺ വേഗത്തിൽ അവിടേക്ക് ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരികയാണ്. ക്വീനെ A7ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ ഒരു അറ്റാക്ക് കൂടെ കൊണ്ടുവരുന്നു. ഇതോടെ ആ പോണിനെതിരെ 3 പീസുകൾ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. അതിനിപ്പോൾ 3 സപ്പോർട്ട് ഉണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു പീസ് കിങ് ആണ്. അതുകൊണ്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ ക്വീനെ ഇവിടുന്ന് ഒഴിവാക്കാൻ കഴിഞ്ഞാൽ വൈറ്റിനിവിടെ ഒരു ചെക്ക്മേറ്റിന് സാധ്യതയുണ്ട്. നമ്മളിവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു ബ്ലിറ്റ്സ് ഗെയിമാണ്. ഇനി കാൾസന് 48 സെക്കൻഡും നെപ്പോയ്ക്ക് 1.5 മിനിറ്റിന് താഴെ സമയമുള്ളൂ. കാൾസന്റെ ഭാഗത്തു നിന്നും ഇത്രയും സ്ട്രോങ് ആയിട്ടൊരു അറ്റാക്ക് വന്നിട്ടും നെപ്പോ ഇപ്പോൾ ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഒന്നും ചെയ്യുന്നില്ല, പകരം റൂക്കിനെ G8ലേക്ക് കൊണ്ടുവരുന്നു. ഇതോടെ കാൾസൺ പ്ലാൻ ചെയ്ത ട്രാപ്പ് ഏകദേശം സക്സസ് ആയിരിക്കുകയാണ്. കാൾസണിനെ ഈ ക്വീനെ ഇവിടുന്ന് ഒഴിവാക്കിയാൽ മതി. അതിനായിട്ട് ഇവിടെ ഒരു സാക്രിഫൈസ് ചെയ്യാണ്. ബിഷപ്പിനെ F4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇതിപ്പോൾ ബിഷപ്പ് സാക്രിഫൈസും ആണ്, അതിനോടൊപ്പം ക്വീനെതിരെ അറ്റാക്കും ഉണ്ട്. ഇപ്പോൾ എന്തായാലും ക്വീന് അറ്റാക്കിൽ നിന്നും വേറെ എങ്ങോട്ടേലും മാറാൻ പറ്റില്ല. അങ്ങനെ മാറണമെങ്കിൽ ഈ ഡയഗണലിലേക്ക് വൈറ്റിന് ക്വീൻ വെച്ചും കൺട്രോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്വീൻ വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അതുകൊണ്ട് നെപ്പോ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ എടുക്കുന്നു. ഇവിടെ കാൾസന്റെ ഭാഗത്തു നിന്നും അടുത്തൊരു സാക്രിഫൈസ് വരെയാണ്. റൂക്ക് ഉപയോഗിച്ച് B7ലെ പോയിന്റ് എടുത്തുകൊണ്ട് റൂക്കിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ബ്ലാക്ക് ഇപ്പോൾ ബിഷപ്പ് വെച്ച് റൂക്കിനെ ഇട്ടുമ്പോൾ ക്വീൻ ഉപയോഗിച്ച് ബിഷപ്പിനെ ഇട്ടെടുത്തുകൊണ്ട് ചെക്ക്മേറ്റ് ചെയ്യാണ് വൈറ്റിന്റെ ഉദ്ദേശം. ബ്ലാക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും അടുത്ത മുമ്പിൽ ക്വീൻ A8ലേക്ക് ഒന്ന് ചെക്ക് വരും. അപ്പോൾ വേറെ ഓപ്ഷൻ ഒന്നുമില്ല, ക്വീനെ വെച്ച് ബ്ലോക്ക് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ക്വീനോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇങ്ങനെ പല രീതിയിലുള്ള ചെക്ക്മേറ്റ് സാധ്യതകളാണ് ഇവിടെ ഉള്ളത്. എന്നാൽ നെപ്പോ ഇപ്പോൾ തോൽവി സമ്മതിക്കുന്നില്ല, പകരം ഈ ചെക്ക്മേറ്റ് ഒഴിവാക്കാൻ വേണ്ടി തന്നെ ശ്രമിക്കുകയാണ്. ഈ വീഡിയോ ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം ഈ ചെക്ക്മേറ്റിൽ നിന്ന് ഒഴിവാക്കാനായിട്ട് നെപ്പോ എന്ത് വഴിയാകും കണ്ടെത്തിയതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. എല്ലാവരും കണ്ടുപിടിച്ചാണെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടുപിടിച്ചവർ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം. ചെക്ക്മേറ്റ് ഒഴിവാക്കാനായിട്ട് ബ്ലാക്ക് ഇവിടെ ഒരു പീസിന് സാക്രിഫൈസ് ചെയ്യാണ്. റൂക്ക് ഉപയോഗിച്ച് G2ലെ പോയിന്റ് എടുത്തുകൊണ്ട് റൂക്കിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ചെക്കാണ്. വൈറ്റിനിപ്പോൾ പ്രധാനമായും 2 ഓപ്ഷനാണ് ഉള്ളത്. ഒന്നുകിൽ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ ഈ 2 സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറ്റാം. ഇപ്പോൾ കിങ്ങിനെ H1ലേക്കാണ് മൂവ് ചെയ്യുന്നതെങ്കിൽ ക്വീൻ H2ലേക്കും ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ കിങ് F1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ F2ലെ പോയിന്റ് എടുത്തുകൊണ്ട് വീണ്ടും ചെക്ക് കൊടുക്കുക. ഇത്തവണ കിങ്ങിന് അങ്ങോട്ടേക്ക് മാറാൻ പറ്റില്ല. ഇപ്പോൾ E1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ D2ലേക്കും ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ കിങ് G1ലേക്ക് മാറിയാലും ക്വീൻ H2ലേക്കും ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. റൂക്കിന് ക്വീൻ്റെ സപ്പോർട്ട് ഉള്ളതുകൊണ്ട് കിങ് വെച്ച് ഒട്ടാനും പറ്റില്ല. അതുകൊണ്ട് ഇപ്പോൾ ഒരു ഓപ്ഷനേ ഉള്ളൂ, ഈ ക്വീൻ വെച്ച് റൂക്കിനെ എടുക്കേണ്ടി വരും. ആ സമയത്ത് ബ്ലാക്കിന് ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാം. അതിനുശേഷം ബിഷപ്പ് വെച്ച് ഈ റൂക്കിനെ വേണ്ടി എടുക്കാം. ഇതോടെ എൻഡ് ഗെയിമിലേക്ക് വരുമ്പോൾ ബ്ലാക്കിന് 2 പാസ്ഡ് പോണുകളും ഒരു എക്സ്ട്രാ നൈറ്റും ഉണ്ട്. അതുകൊണ്ട് തന്നെ എൻഡ് ഗെയിമിൽ ബ്ലാക്കിന് വിജയിക്കാൻ കഴിയും. നമുക്കിന്ന് ഗെയിമിലേക്ക് വരാം. ഇങ്ങനെയെല്ലാം പ്രശ്നങ്ങളുള്ളതുകൊണ്ട് കാൾസൺ ആ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാണ്. കിങ് ഉപയോഗിച്ച് റൂക്കിനെ എടുക്കുന്നു. ബ്ലാക്ക് ഇവിടെ ഒരു റൂക്കിനെ സാക്രിഫൈസ് ചെയ്തെങ്കിലും വൈറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള ചെക്ക്മേറ്റിനുള്ള സാധ്യത ഇപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്.
എന്നാൽ നെപ്പോയുടെ അടുത്ത മൂവോടെ കാൾസൺ തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്നുകൂടെ പോസ്റ്റ് ചെയ്ത ശേഷം നെപ്പോ ഇവിടെ എന്തായിരിക്കും മൂവ് ചെയ്തതെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഇപ്പോൾ അടുത്ത റൂക്കിനെ G8ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്താലും വൈറ്റിന് കിങ്ങിനെ F1ലേക്ക് മൂവ് ചെയ്യാനുള്ള അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ റൂക്ക് പോയി ചെക്ക് കൊടുക്കുന്നില്ല. പകരം വീണ്ടും ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. നൈറ്റിനെ E3ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുത്തുകൊണ്ട് നൈറ്റിനെ കൂടെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ നൈറ്റ് സാക്രിഫൈസിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കാം. ഇപ്പോൾ വൈറ്റ് നൈറ്റ് വെച്ച് പോൺ എടുക്കുകയാണെങ്കിൽ അതോടെ ഈ ക്വീൻ്റെ ഫയൽ ഓപ്പൺ ആവും. അതുകൊണ്ട് തന്നെ ഇനി റൂക്കിനെ G1ലേക്ക് കൊണ്ടുവന്ന് ചെക്ക് കൊടുക്കാം. ഇവിടെ ഇനി പ്രധാനമായും രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ ഈ ബിഷപ്പ് വെച്ച് ചെക്ക് ബ്ലോക്ക് ചെയ്യാം, അല്ലെങ്കിൽ കിങ്ങിനെ ഈ രണ്ട് സ്കോറിലേക്ക് എവിടെയെങ്കിലും മാറ്റാം. ഇപ്പോൾ ബിഷപ്പ് വെച്ച് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ ആ ബിഷപ്പിനെ വിട്ട് വീണ്ടും ചെക്ക് വരും. ആ സമയത്ത് എന്തായാലും കിങ്ങിനെ മാറ്റേണ്ടി വരും. ഇപ്പോൾ കിങ് H3ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ G3ലേക്ക് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ കിങ്ങിനെ H1ലേക്ക് മൂവ് ചെയ്താലും ക്വീൻ F3ലേക്ക് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യുന്നത് നല്ല മൂവല്ല. അങ്ങനെ സാക്രിഫൈസ് അക്സെപ്റ്റ് ചെയ്യാതെ കിങ്ങിനെ മൂവ് ചെയ്യാൻ ഇപ്പോൾ 3 സ്കോറുകളേ ഉള്ളൂ. നൈറ്റിന് F1ലേക്ക് കണ്ടുള്ളതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ല. അല്ലാതെ G1ലേക്ക് മൂവ് ചെയ്യുകയാണെങ്കിൽ ക്വീൻ G4ലേക്കും ചെക്ക് വരികയും കിങ് ചെക്കിൽ നിന്ന് മാറുമ്പോൾ അടുത്ത മൂവിൽ തന്നെ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. ഇപ്പോൾ ഈ G1ലേക്ക് അല്ലാതെ ഈ രണ്ട് സ്കോറിലേക്ക് മാറിയാലും വേഗത്തിൽ തന്നെ ചെക്ക്മേറ്റ് ആവും. ഇനി വൈറ്റിനുള്ള ഓരോരോ ഓപ്ഷൻ ഈ ക്വീൻ വെച്ച് ഈ നൈറ്റിനെ വെട്ടി മാറ്റുക എന്നാണ്. അങ്ങനെ ക്വീൻ വെച്ച് നൈറ്റിനെ വെട്ടി എടുത്താലും ബ്ലാക്കിനിപ്പോൾ ക്വീനുകൾ തമ്മിൽ എക്സ്ചേഞ്ചിൻ്റെ ആവശ്യമില്ല. അല്ലാതെ തന്നെ വളരെ മികച്ചൊരു മൂവിലൂടെ ആ ക്വീനെ നേടിയെടുക്കാൻ അവസരമുണ്ട്. അതായത് D4 മൂവ് ചെയ്തുകൊണ്ട് ഒരു ഡിസ്കവേർഡ് ചെക്ക് കൊടുത്താൽ മതി. ഇപ്പോൾ ഡിസ്കവേർഡ് ചെക്കുമാണ്, ക്വീനെതിരെ അറ്റാക്കുമാണ്. വൈറ്റ് ഇപ്പോൾ ഈ ചെക്ക് എങ്ങനെ തന്നെ ഒഴിവാക്കിയാലും വൈറ്റിന് ഈ ക്വീൻ നഷ്ടപ്പെടും. ഇപ്പോൾ ബിഷപ്പ് വെച്ചോ ക്വീൻ വെച്ചോ ചെക്ക് ബ്ലോക്ക് ചെയ്യാൻ ശ്രമിച്ചാലും ബിഷപ്പ് വെച്ച് അതിനെ വിട്ട് വീണ്ടും അതേ ചെക്ക് തന്നെ വരും. അല്ലാതെ കിങ്ങിനെ കൊണ്ടെങ്കിലും മാറ്റാൻ ശ്രമിച്ചാലും പോൺ വെച്ച് ക്വീനോട്ട് എടുക്കാം. അതിനുശേഷം റൂക്കുകൾ മാത്രം ഉപയോഗിച്ച് വരുന്ന അറ്റാക്ക് അത്ര സ്ട്രോങ് അല്ല. ബ്ലാക്കിന് അത് ഡിഫെൻഡ് ചെയ്യാൻ പറ്റും. ഈ സ്കോറിലേക്ക് ഇപ്പോൾ ബിഷപ്പിന് കൺട്രോൾ ഉണ്ട്. ഇനി വളരെ വേഗത്തിൽ ബ്ലാക്കിന് ഈ ഗെയിം വിജയിക്കാൻ കഴിയും. ഇതെല്ലാം മനസ്സിലായിക്കൊണ്ടാണ് നൈറ്റ് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് ഈ നൈറ്റിനെ സാക്രിഫൈസ് ചെയ്തപ്പോൾ തന്നെ കാൾസൺ തോൽവി സമ്മതിച്ചത്. ഇത് ഫൈനലായിരുന്നെങ്കിലും ഫൈനലിലെ 4ാമത്തെ ഗെയിമായിരുന്നു. ആദ്യത്തെ 2 ഗെയിമുകൾ കാൾസൺ വിജയിക്കുകയും ഇതിന് തൊട്ടു മുമ്പുള്ള ഗെയിം നെപ്പോ വിജയിക്കുകയും ചെയ്തിരുന്നു. ഈ വിജയം കൂടെ ആയതോടെ ഫൈനലിലെ പോയിന്റ് നില തുല്യമായി. തുടർന്ന് ടൈ ബ്രേക്കിൽ നടന്ന 3 ഗെയിമുകളും സമനില ആയതോടെ നമുക്കിത് ഷെയർ ചെയ്യാമോ എന്ന് കാൾസന്റെ ഭാഗത്തുനിന്ന് ഒരു സജഷൻ വരികയും നെപ്പോയും ഫിഡയും അത് അംഗീകരിച്ചതോടെ ചെസ്സിലും ഒരു ഫോർമാറ്റിൽ ഒരേ സമയം 2 ലോക ചാമ്പ്യന്മാർ ഉണ്ടായിരിക്കുകയാണ്. കാൾസന്റെ കരിയറിൽ ഇത് 17ാമത്തെ ലോക കിരീടമാണ്. ക്ലാസിക്കിലും റാപ്പിഡിലും 5 തവണ വീതവും ബ്ലിറ്റ്സിൽ 6 തവണയും ഇതിനു മുമ്പ് ലോക കിരീടം നേടിയിട്ടുണ്ട്. എന്നാൽ നെപ്പോയ്ക്ക് ഇത് ആദ്യത്തെ തവണയാണ്. നമ്മുടെ ചാനലിൽ കുറച്ച് സുഹൃത്തുക്കൾ കമൻറ്റ് ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് കാൾസൺ തോൽക്കുന്ന ഗെയിമുകൾ മാത്രം കാണിക്കുന്നതെന്ന്. അങ്ങനെയുള്ള ഗെയിമുകൾ നമുക്ക് വല്ലപ്പോഴേ കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് മറ്റു ഗെയിമുകൾ മാറ്റിവെച്ച് അത് തന്നെ ആദ്യം കാണിക്കുന്നത്. കാൾസൺ ജയിച്ച ഗെയിമുകളും ഒരുപാട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ നല്ലൊരു ഗെയിമായിരുന്നു. മറ്റൊരു ഗെയിമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.